കുളിച്ചിറങ്ങി വരാൻ നോക്ക്, സ്കൂളിൽ പോവാനുള്ളതാ. ഇന്നലെയും കൊണ്ടുപോയത് അതുപോലെ ഇങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നും അതുപോലെ ഇങ്ങി കൊണ്ടുപോവാ, ശരിയാക്കുന്നുണ്ട്. മീനു നിന്നോടാ പറയുന്നേ, ഇങ്ങോട്ട് ഇറങ്ങി വാ. രാവിലെ തുടങ്ങിയ പണിയാ. ഈ പണിയൊക്കെ തീർത്തിട്ട് ഞാൻ എപ്പോ ഈ കൊച്ചിനെ സ്കൂളിൽ വിടും? ഇതൊക്കെ ഇവിടെ ആർക്കെങ്കിലും അറിയണോ? ആ കണ്ണട മാറ്റാൻ എഴുതി തന്നിട്ട് ഒരാഴ്ചയായി. ഇതുവരെ അതേക്കുറിച്ച് ചിന്ത വല്ലതും ഉണ്ടോ നോക്കിയേ. എന്നിട്ട് എന്തെങ്കിലും വായിക്കാൻ എടുക്കുമ്പോ പറയും എനിക്കൊന്നും കാണാൻ വയ്യേ, കാഴ്ച മങ്ങുന്നു എന്നൊക്കെ. ഇതെന്തൊരു കഷ്ടമായി ഈശ്വര. കഥ കടച്ച് മുഴുവൻ സമയവും കണ്ണടയിൽ നോക്കി ഇരുന്നാ മതിയല്ലോ. കോളേജ് കുമാരനാ വിചാരം. ഞാനീ പറയുന്ന പോലെ കേൾക്കണുണ്ടോ? എവിടെ ആർക്കറിയാം. ആ പറമ്പ് മുഴുവൻ പിള്ളേര് കളിച്ച് നാശാക്കി. കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് കിളപ്പിച്ചതേ ഉള്ളൂ. ആ പാല് മുഴുവൻ പൈ കുടിച്ചു. ഞാൻ ഇനി നാട്ടുകാർക്ക് എന്തൊഴിച്ചു കൊടുക്കുവോ? രാവിലെ തുടങ്ങി മരമാക്രികളുടെ ഒരു കൂട്ടം. ഓടണ്ട, ഇവനൊന്നും വേറെ പണികളില്ല. ഓടണ്ട, അവന്റെ ഒരു ക്രിക്കറ്റ് കളി. നിന്റെയൊക്കെ പറമ്പിൽ കളിക്കണ്ട. എന്താ കൃഷ്ണേട്ടാ, എന്താ പ്രശ്നം? അല്ല, ഈ പീക്കിരികൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ എന്റെ പറമ്പേ കണ്ടുള്ളൂ. കുട്ടികളല്ലേ കൃഷ്ണേട്ടാ, വിട്ടുകളാ. കുട്ടികളായതുകൊണ്ട് കൊള്ളാം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം കാണായിരുന്നു. ഒരുപാട് നാളായല്ലോ കൃഷ്ണേട്ടാ കണ്ടിട്ട്. ഇതിപ്പോ എങ്ങോട്ടാ രാവിലെ? ഈ കണ്ണടയുടെ ലെൻസ് ഒന്ന് മാറണം, ചെറിയ മങ്ങലുണ്ടേ. ആ കാലം കുറച്ചായി. ഈ പഴഞ്ചൻ കണ്ണട മാറ്റിയിട്ട് പുതിയൊരെണ്ണം വാങ്ങിച്ചൂടെ? നാളെ ഹർത്താലാ. എപ്പോ? എന്താ കാര്യം? ഡീസലിന് വില കൂടി. ഒയ്യോ, അപ്പൊ ഈ ആഴ്ച 3 ഹർത്താലായോ? എന്ന് ഹർത്താലേ തന്നെ. എന്ത് പാടാ, എങ്ങോട്ടാ പോകുന്ന കേരളം. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? പൊതു വഴിയാണെന്നൊരു വിചാരമല്ലേ ഏട്ടാ അവനൊക്കെ. അല്ല, ചോദിക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. അവളുടെ ഒരു തൊലിക്കട്ടി പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അഹങ്കാരം എന്നല്ല നിനക്ക് എന്താ പറയണ്ട. എത്തേണ്ടത്തില്ല അത്ര തന്നെ. ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കി വിദ്യ. ഒരു ദിവസം ക്ലാസ് കട്ടിയെന്ന് വെച്ചാൽ ഒന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, സമ്മതിച്ചു. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ കൂട്ടുകാരികളെ വിളിച്ചോ. പക്ഷെ നീ ഇനി ഒന്നും പറയണ്ട. 11 മണിക്ക് ന്യൂ തിയേറ്ററിൽ വെച്ച് കാണാം. പെൺപിള്ളേരെ പഠിക്കാനൊന്നും സമ്മതിക്കില്ല. തൻ്റെ മോളൊന്നുമല്ലല്ലോ. ഇവനൊക്കെ തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു. ഒരുപാട് സമയമായല്ലോ. ബസ്സൊന്നും ഇല്ലയോ? ആവശ്യത്തിനൊക്കെ ഒന്നും കാണില്ല. ഓട്ടോ
എത്രയായി? 30 രൂപ. എത്ര? 30. ഇവിടെ വരെ വരാൻ 30 രൂപയെ? ഇന്നലെ വരെ ഞാൻ 30 രൂപ വാങ്ങിയത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ വാങ്ങാൻ പറ്റുമോ? ഞാനും ഈ നാട്ടുകാരൻ തന്നെയാ. നിങ്ങൾ ഏത് നാട്ടുകാരനെ അയക്കോ, പക്ഷെ എൻ്റെ ഓട്ടത്തിനുള്ള കാശ് കിട്ടണം. 20 രൂപ തരും. 20 രൂപയെ? ആ 20 പോയിട്ട് ബാക്കി എടുക്ക്. എന്താടോ? ഇടോ, ബാക്കി 10 എടുക്കടോ. അടുത്ത പ്രാവശ്യം കയറുമ്പോൾ കാശ് കുറച്ച് തരാം. കാലം പോകുന്ന വഴിക്ക് ഏതെങ്കിലും വണ്ടി കയറി ചാവണേ. ഇതിന്റെ ലെൻസ് ഒന്ന് മാറണം. ഇരിക്കൂ സാർ. ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടല്ലോ സാർ, ഇത് മാറ്റി പുതിയൊന്ന് എടുത്താലോ? വേണ്ട. ഇപ്പോ ഈ മോഡൽ കണ്ണട ആരും ഉപയോഗിക്കാറില്ല. ഇത് പഴയ സ്റ്റൈലല്ലേ? സാറിൻ്റെ മുഖത്തിന് ചേരുന്ന നല്ല സ്റ്റൈലൻ കണ്ണടകളുണ്ട്. ഇത് വെറുതെ ഒന്ന് നോക്കിയോ. ആഹാ. ഇതൊന്ന് നോക്കൂ. ഇത് വേണ്ട. ഇതോ? ഇതും വേണ്ട. ഇത് കൊള്ളാം. ഇത് കൊള്ളാലോ. കലക്കിയിട്ടുണ്ട്. മാമ ആ മോൾ ഒറ്റയ്ക്കാ? അല്ല, ഉമ്മച്ചി പുറത്തുണ്ട്. ഞാൻ ഉമ്മച്ചിന്റെ കണ്ണട വാങ്ങാൻ വന്നതാ. ആഹാ, ദേ കണ്ണട സൂക്ഷിച്ചു പോട്ടോ. തനിക്ക് ആ കുട്ടിയുടെ അമ്മ അറിയോ? ഈ നാട്ടിൽ ആർക്കാ അറിയാത്തെ? ആ എനിക്കും അറിയാം. പോക്ക് കേസാണല്ലേ. എന്താ സാർ പറയുന്നത്? ആ നാടിനു വേണ്ടി മരിച്ച ഒരു ധീരജവാന്റെ ഭാര്യയാണവർ. ഈ ചെറുപ്രായത്തിൽ പല ജന്മങ്ങൾ ജനിച്ചാലും ഒരു പെൺകുട്ടിക്കും ചെയ്യാൻ പറ്റാത്തതാണ് ആ കുട്ടി ചെയ്യുന്നത്. ഇത് അവരുടെ സ്വന്തം കുട്ടിയൊന്നുമല്ല. ഇതുപോലെ ഒരുപാട് നിരാലംബരായ കുട്ടികളുടെയും മുതിർന്നവരുടെയും ആശ്രയമാണവർ. കൂടാതെ നില ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗവുമാണ്. പിന്നെ കാഴ്ചയിലൂടെ അല്ലല്ലോ സാർ, പ്രവൃത്തിയിലൂടെ അല്ലേ നമ്മളൊരാളെ മനസ്സിലാക്കേണ്ടത്? അതല്ലേ ശരി? എന്താണ് എനിക്ക് പറ്റിയത്? ഞാനൊരു വലിയ തെറ്റാവുകയാണോ? സ്വയം ചെറുതായവന്റെ വലിയ വേദന. വഴിയിൽ കണ്ട പെൺകുട്ടി എൻ്റെ കാഴ്ചവട്ടത്തിൻ്റെ ഇത്തിരി കോണിൽ ഒതുങ്ങാതെ നിന്നതാണോ? അതോ എൻ്റെ സദാചാര ചിന്തയുടെ അല്പത്തമോ? ഞാനിന്ന് ഒരുപാട് ചെറുതായി പോയ പോലെ. ഏതാണ് സത്യം? ഞാനോ അവളോ? അതോ ഇതിന് രണ്ടിനും അപ്പുറത്ത് മറ്റേതെങ്കിലുമോ? എന്തിനാണ് ഞാൻ അവൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയത്? ചിലപ്പോൾ അവൻ എൻ്റെ നഷ്ടങ്ങളിൽ ജീവിക്കുന്നുണ്ടാകാം, അറിയില്ലെനിക്ക്. ആ ഓട്ടോക്കാരനുമായി ഞാൻ തർക്കിക്കേണ്ടിയിരുന്നോ? ജീവിത പ്രാരാബ്ദങ്ങളിൽ നട്ടം തിരിയുന്ന ഒരു സാധുവാകില്ലേ അയാൾ? അല്ലെങ്കിൽ എൻ്റെ 5-10 രൂപയ്ക്ക് വേണ്ടി അയാൾ തർക്കിക്കുമായിരുന്നു. ദൈവമേ, എനിക്കൊരു മനുഷ്യനാകാൻ കഴിഞ്ഞെങ്കിൽ. എവിടെ നോക്കിയാണോ നടക്കുന്നത്? മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോന്ന് ഇറങ്ങിക്കോളും. വല്ലതും പറ്റിയോ? ഇല്ല, കൈയൊന്നും ഉറഞ്ഞെന്ന് തോന്നുന്നു. സാരമില്ല, പോട്ടെ. എന്നാ ശരി, താങ്ക് യു. ജീവിതം ഇങ്ങനെയാണ്. ചില ചെറിയ ചെറിയ തിരിച്ചറിവുകൾ അതൊരു മനുഷ്യനെ വല്ലാതെ മാറ്റിമറിക്കും. കണ്ണടകൾ ഇവിടെ കാഴ്ചപ്പാടുകളാകുന്നു. അത് പഴമയുടെ പുതുമയുടെ ഫ്രെയിമുകളിലൂടെ കടന്നുപോകുന്നു. ഒടുവിൽ എപ്പോഴോ നമ്മൾ ഏറ്റവും പാകമായതിനെ തിരഞ്ഞെടുക്കും. അതിലൂടെ നോക്കുമ്പോൾ ചുറ്റുപാടുകൾ മനോഹരമായി തീരും.
പോവാം